നമസ്കാരം. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ നല്ല പ്രതീക്ഷകളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കാം ആകസ്മികമായി നമ്മളിൽ ചില പ്രിയപ്പെട്ടവർ അറിഞ്ഞോ അറിയാതെയോ കാരണമില്ലാതെ മറ്റുള്ളവരോട് പറയാതെ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു ശരീരവും ജീവിതവും ഒക്കെ നഷ്ടത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവനെ അവസാനിപ്പിക്കുന്ന ദുഃഖവാർത്തകൾ ഷോക്കിങ്ങായി ജനഹൃദയങ്ങളിലേക്ക് പരിചയമില്ലാത്തവർക്ക് പോലും ദുഃഖം സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ആരോടും പറയാനാവാത്ത എന്തെങ്കിലും കുരുക്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ടോ സുഹൃത്തെന്ന് വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ നല്ലൊരു ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ലഭിച്ചിരുന്നതായ നന്മകളെ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. എന്തൊക്കെ നന്മകളായിരുന്നു എനിക്ക് മറ്റുള്ളവരെക്കാളേറെ ഉണ്ടായിരുന്നത്? സൗന്ദര്യമായി ഉണ്ടായിരുന്നു, സ്വത്തായി ഉണ്ടായിരുന്നു, മാതാവായും പിതാവായും പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, മാതൃകയുള്ളവരുണ്ടായിരുന്നു, പഠിപ്പിച്ച നല്ല വഴികളുണ്ടായിരുന്നു, ഞാൻ സ്നേഹിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, എന്നെ സ്നേഹിച്ച ഒരുപാട് ആരാധനാവൃന്ദങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ഒരു നിമിഷം അവരെയെല്ലാം ഞാൻ കണ്ണീരിലാഴ്ത്തി, എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി, എൻ്റെ പേരിലുള്ള കുഞ്ഞുങ്ങളെങ്കിലും അവർക്ക് അവരുടെ അച്ഛനായി ഞാൻ തുടരാമായിരുന്നു. പേരിനെങ്കിലും തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു വേദന, തീവ്രമായൊരു വേദന, പരിഹാരമില്ലാത്ത വേദന, മറ്റുള്ളവരോട് പറയാനൊക്കാത്തതായ ഒരു വേദന, ഇതുമായിട്ടൊക്കെ ഭാരമേറിയ നെഞ്ചും ഹൃദയവുമായി, കത്തുന്ന ഹൃദയവുമായി പിടിച്ചു നിൽക്കാനാവാതെ ഒരു പക്ഷേ അടുത്ത നിമിഷം ആരോടും ചോദിക്കാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കുറ്റക്കാരനെ പോലെ തലകുമ്പിട്ട് നിൽക്കുന്നത് അപമാനഭാരമായി പോയി ചത്തുകൂടെ എന്ന് ഒരുപക്ഷെ ആരെങ്കിലും പറയുമോ എന്നുള്ള ഭയം കൊണ്ട് സ്വയം അവസാനിപ്പിച്ചേക്കാം എന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ട്. ദയവായി ഒരു നിമിഷം ചിന്തിക്കണം. യു ആർ പവർഫുൾ ഹിയർ ആൻഡ് നൗ. നിങ്ങൾ ഇന്നത്തേതിലും കൂടുതൽ ശക്തി ആർജിക്കുവാൻ, പൂർവമായ അവസ്ഥയിലേക്ക് വീണ്ടും മടങ്ങി വന്ന് ചൈതന്യമുള്ള നല്ലൊരു ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവസാനിപ്പിക്കരുത്. ആത്മഹത്യ ചെയ്യാൻ വരട്ടെ, ജീവിതം നിർത്താനായിട്ട് വരട്ടെ, വിജയം പടിവാതുക്കലുണ്ട്. ഇപ്പോഴുള്ള ആ ഇരുട്ടിൻ്റെ അവസ്ഥ, ടണലിൻ്റെ അവസ്ഥ മാറി പ്രകാശം വരുന്നിടം വരെ വേണമെങ്കിൽ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആരോടും പറയാതെ ഒരു ദൂരദേശവാസമെങ്കിലും ദൂരെ പോയി കുറച്ച് നാളൊന്ന് താമസിക്കാനുള്ള ക്രമീകരണം ചെയ്ത് കുറച്ച് നാളൊന്ന് ഹൃദയം ഒന്ന് സുഖപ്പെട്ട ശേഷം ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിക്കണം, എനിക്കിനി എന്താണ് അടുത്ത വഴി. വഴിയില്ലെന്ന് പറയുമ്പോൾ വഴിയുണ്ട്, തീർച്ചയായും വഴി ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാനായിട്ടുള്ളൊരു അവസരം തന്നെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിയായി അവകാശത്തോടെ അയച്ചിരിക്കുന്നതായ സൃഷ്ടാവ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ശക്തി എന്നെ തീർച്ചയായും നിലനിർത്തുമെന്ന് തന്നെ വിശ്വസിക്കണം. എത്ര ഇരുട്ടാണേലും കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമെന്ന് എന്തുമായിക്കോട്ടെ,